സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് അറിയാവുന്നവർ പറയും. ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറഞ്ഞ കുന്തവും കുടച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. CPIM എടുത്ത തീരുമാനം നമ്മൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത് ഒരു കൺസോളിഡേഷനാണ്, ഒരു ഹിന്ദു മെജോറിറ്റി കൺസോളിഡേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ ആൻഡ് സ്ട്രാറ്റജീസ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവർക്കും ആ സന്ദേശം കൊടുത്തിരിക്കുന്നു. AK ബാലനിലും ആ സന്ദേശം കിട്ടി, സജി ചെറിയാനിലും കിട്ടി. അവരവരുടെ പരിജ്ഞാനത്തിൻ്റെ അളവ് വെച്ചിട്ട് ആ സാധനം എടുത്ത് വീശുകയാണ്. മുഖ്യമന്ത്രി കുറച്ചുകൂടി മോഡറേറ്റ് ആയിട്ടുള്ള ഭാഷയിൽ പറയും, അല്ലെങ്കിൽ തൊട്ടു താഴെയുള്ള MP ഗോവിന്ദൻ കുറച്ചുകൂടി സൈദ്ധാന്തികത്തിൻ്റെ ഫ്ലേവറിൽ പറയും. സജി ചെറിയാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹത്തിന് അറിയാവുന്നവർ പറയും. ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറഞ്ഞ കുന്തവും കുടച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. ആ നിലവാരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള ടൂൾ ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ അദ്ദേഹം മലപ്പുറത്തെ പറയും, കാസർഗോഡിനെ പറയും, ഇനി അപ്പുറം കിടന്ന് അതിനപ്പുറം എന്തും പറയും. AK ബാലനും അങ്ങനെയാണ്. AK ബാലൻ എന്ന് വെച്ചാൽ CPM-നേക്കാൾ വലുതാണ് പിണറായി വിജയൻ. അതിനേക്കാൾ വലുതാണ് പിണറായി വിജയൻ്റെ മകൾ T വീണ എന്ന് വിചാരിച്ച് സമീപകാലത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു CPM നേതാവാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ ടൂൾ ഉപയോഗിക്കുക. ഓരോരുത്തരും അവരോട് കയ്യിൽ കിട്ടിയ ടൂൾ ഓരോ നിലയ്ക്ക് ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. എന്തായാലും ടൂൾ ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. ആ ടൂൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് ഏരിയ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് CPM-ന് എന്തായാലും ഗുണമൊന്നും കാണുന്നില്ല. ഗുണം ഉണ്ടാക്കാൻ പറ്റിയ കുറേ ആൾക്കാർ അപ്പുറത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ പണിയെടുക്കുന്ന കാണുന്നുണ്ട്. നോക്കൂ, BJP എന്ന് പറഞ്ഞ പാർട്ടി നമുക്കറിയാം. ആ പാർട്ടിയും രാജീവ് ചന്ദ്രശേഖരനും ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് കേരളത്തിൽ മുസ്ലിങ്ങളെല്ലാം കൊണ്ടുപോവുകയാണ്, മുസ്ലിങ്ങൾ കേരളത്തിനെതിരാണ്, ഹിന്ദുക്കൾക്കെതിരാണെന്ന് പറഞ്ഞാൽ ജനം അത് വിശ്വസിക്കത്തില്ല. അങ്ങനെ വിശ്വസിക്കത്തില്ല എന്ന് പറയാൻ കാര്യം BJP ഒരു വർഗീയ സ്വഭാവമുള്ള, വർഗീയ കാർഡ് നിരന്തരം ഇറക്കുന്ന പാർട്ടിയാണ്. ജനം അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ജനത്തിന് ആ തരത്തിലൊരു മുൻവിധി അതിനെക്കുറിച്ചുണ്ട്. CPM അങ്ങനല്ല. CPM-ൻ്റെ പാരമ്പര്യവും പശ്ചാത്തലവും അതല്ല. CPM-ന് കേരളത്തിൽ വലിയ ഒരു നെറ്റ്വർക്കുണ്ട്, വലിയ തോതിൽ ഗ്രൗണ്ട് ടച്ച് ഉണ്ട്. ആ പാർട്ടി കേരളത്തിലൊരു വിശ്വാസ്യതയുണ്ട്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ പ്രതലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികമായി സംസാരിക്കാനും വസ്തുതാപരമായി സംസാരിക്കാനും സത്യസന്ധമായ നിലപാടുകളിൽ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രതിച്ഛായയും ട്രസ്റ്റും ആ പാർട്ടിയെക്കുറിച്ച് ആർക്കുണ്ട്? കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. ആ പാർട്ടി ഒരു കാര്യം പറഞ്ഞിറങ്ങുമ്പോൾ ജനത്തിന് അല്ലെങ്കിൽ കൊള്ളയുടെ പല സ്ഥലത്തും അതുവരെ കൊണ്ടേക്കും. ഇന്ന് കൊണ്ടുവന്നിരിക്കും, നാളെ കൊള്ളില്ല, മറ്റന്നാൾ കൊള്ളും, ഡാം ഷുവർ. അപ്പോൾ CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് BJP പറഞ്ഞാൽ ഏശാത്ത ഒരു കാര്യം, നമ്മുടെ ട്രസ്റ്റും നമുക്കുള്ള സ്വീകാര്യത വെച്ച് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞിരിക്കുകയാണോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല വോട്ട്, ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൂട്ടം ഇത് കിട്ടുമല്ലോ. അത് വിളിച്ച് നിങ്ങൾ നിങ്ങളുടെ നമ്പറുമായിട്ട് അങ്ങോട്ട് മാറും, ഞങ്ങൾ ഞങ്ങളുടെ നമ്പർ അങ്ങോട്ട് എടുക്കും, അവരങ്ങോട്ട് എടുക്കും. മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഒരു നാരോ എഡ്ജിൽ അവരങ്ങ് പോയിക്കോളും. ഇതാണ് പ്ലാൻ. അല്ലേ പിന്നെ എന്താണ് കാര്യം? അല്ലേ പിന്നെ ഈ പറഞ്ഞതിനൊക്കെ ഗുണം അവർക്ക് കിട്ടുന്നുണ്ട്, ഇവരതിൻ്റെ തുടർച്ച ഉറപ്പാക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അല്ലെ പിന്നെ എന്തിനാ ഇത് പറയുന്നത്? അപ്പം നിങ്ങൾ പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖര അല്ലെങ്കിൽ K സുരേന്ദ്ര, നിങ്ങൾ പറഞ്ഞാൽ ജനം വിശ്വസിക്കത്തില്ല. ഞങ്ങളുടെ വിലാസം വെച്ച് പറഞ്ഞുതരാം എന്നാണോ ഈ തീരുമാനിച്ചിരിക്കുന്നത്? സാമാന്യ വ്യക്തിയെ നമുക്ക് സംശയിക്കണ്ടേ?